സംഭവം എന്താ പറയുക, ഈ വാർത്തയുടെ ഏത് ചാനലെടുത്ത് ഒരു കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാലും കുറേ തീയും പുകയും തംസപ്പും ലവ് ചിഹ്നം ഒരു അച്ഛൻ്റെ വികാരം മാസ് നന്നായി എന്നൊക്കെ കാണാം. വളരെ കഷ്ടം തോന്നും. താലൂക്ക് ആസ്പത്രിയിലൊക്കെ ചെറിയ പൈസക്ക് പണിയെടുത്തിട്ട് ഓവർ ടൈം വർക്ക് ചെയ്ത ആൾക്കാർ നോക്കിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ കത്തിയെടുത്ത് വെട്ടുക. വിചാരിച്ച് നോക്ക്, വേറെ ആർക്കും കുറ്റമില്ല. അത് വൃത്തിയാക്കേണ്ട മുനിസിപ്പാലിറ്റിക്ക് പ്രശ്നമില്ല, ആ കുളിക്കാൻ വിട്ട അച്ഛന് പ്രശ്നമില്ല, അത് ഡയഗ്നോസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്ത ഡോക്ടറെ വെട്ടി. കാരണം എന്താ, ആൾക്കാർക്ക് ഇൻസ്റ്റൻറ്റ് റിലീഫ് കിട്ടിയില്ല. നമ്മൾ ഡോക്ടർ വന്നിട്ട് ഗുഡ് പ്രോഗ്നോസിസോ ബാഡ് പ്രോഗ്നോസിസോ അങ്ങനെ പറഞ്ഞിട്ട് അത് ഗുഡ് ആയില്ല എന്നുള്ള വികാരം കാരണം അച്ഛൻ്റെ കയ്യിൽ നല്ല കത്തിയെടുത്ത് വെട്ടി. അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരും. ഒരു ക്രൈം തന്നെയല്ലേ, വിചാരിച്ചു നോക്ക്. അത് പോട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾ വിചാരിച്ചു നോക്ക്, ഒരു ആർക്കിടെക്ചറിന് ഒരു ഏതെങ്കിലും ഒരു വാർത്തയിൽ കാണാൻ പറ്റുമോ ഒരു എഞ്ചിനീയർ വെട്ടേറ്റ് മരിച്ചു, പ്ലാൻ ശരിയാവാത്തതുകൊണ്ട്. ഒരു ആർക്കിടെക്ചറിനെ കല്ലെറിഞ്ഞ് ഓടിച്ചു, അത് വരച്ചത് റെഡിയാവാത്തതുകൊണ്ട്. ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയതിന് ഒരു മെക്കാനിക്കിനെ തല്ലിക്കൊന്നു. അതൊന്നും ഒരിക്കലും കാണാൻ പറ്റില്ല. ഇത് മാത്രമേ കാണാൻ പറ്റൂ. കാരണം എന്താ, ആൾക്കാർ അതിനും കമൻറ്റ് വരും, മനുഷ്യ ജീവനല്ലേ. ലോകത്ത് ആരും കൊല്ലാനോ ഉപദ്രവിക്കാനോ വേണ്ടി ചെയ്യില്ല. ആൾക്കാർ വികാരങ്ങൾ മനസ്സിലാവും. പക്ഷേ ഇത് വളരെ കൂടിപ്പോയി. ഇത് 2 ദിവസം ഹർത്താലോ അല്ലെങ്കിൽ OPD അടിച്ചിട്ടുള്ളൊന്നൊരു കാര്യമില്ല. ആൾക്കാർക്ക് അറിയാം. കാരണം 2 ദിവസം കഴിയുമ്പോൾ തുറക്കും, വീണ്ടും കാണിക്കുക. ഇപ്പോൾ OPD അടിച്ചിട്ട് എന്താ, കാഷ്വാലിറ്റിയിലൊന്ന് കാണിക്കുക. കാഷ്വാലിറ്റി അടിച്ചിട്ട് എന്താ, വേറെ എവിടെയെങ്കിലും പോയി കാണിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു ചോദിക്കുക. അതറിയാം ആൾക്കാർ. നമ്മളെന്തായാലും സഹകരിക്കുകയെന്ന്. അതുകൊണ്ട് ഇങ്ങനെ തുറന്നു